गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ गं गुरुभ्यो नमः। ॐ गं गणपतये नमः। ॐ सं सरस्वत्यै नमः। ॐ पं परमात्मने नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഗണപതി അഥർവശീർഷോപനിഷത്തിൻ്റെ പാരായണത്തെ അഭ്യസിക്കുകയാണ്. അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആരാണ് ഗണപതി, ഗണപതി എന്ന ദേവതാ സങ്കല്പത്തെക്കുറിച്ച് ഒന്ന് പ്രാഥമികമായിട്ട് ഒന്നറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗണപതി ഭഗവാനെ നമ്മൾ വിഘ്നേശ്വരനായിട്ടും അതുപോലെ തന്നെ മംഗളമൂർത്തിയായിട്ടുമൊക്കെ ആരാധിച്ചു പോരുന്ന ഒരു ദേവനാണ്. അതിൻ്റെ ദേവതാ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉടലും ആനയുടെ തലയും അതുപോലെ 4 കരങ്ങളും മൂഷികൻ വാഹനവുമായിട്ടുള്ള ഒരു ദേവനായിട്ടാണ് ധ്യാന ശ്ലോകങ്ങളിലെല്ലാം ഈ ഒരു ഗണപതി എന്ന് പറയുന്ന ദേവനെ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു മഹാഗണപതിയെ അനവധി ഭാവങ്ങൾ, ഏകദേശം 32 ഭാവങ്ങൾ ഉള്ളതായിട്ട് ഗണപതിയെക്കുറിച്ച് പറയുന്ന പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ പൗരാണിക ഹൈന്ദവ ധർമ്മത്തിൽ അനവധി മതവിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ശൈവ, വൈഷ്ണവ, ശാക്തേയ, ഗാണപത്യ, സ്കന്ദ ഇങ്ങനെയുള്ള അനവധി, ബുദ്ധ, ജൈന എന്നിങ്ങനെയുള്ള മതഭേദങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു സമയം നമ്മുടെ ഹിന്ദു ധർമ്മത്തിലുണ്ടായിട്ടുണ്ട്. അതിലെല്ലാം തന്നെ അതാത് ദേവതാ സങ്കല്പങ്ങളെ ആ ഒരു പരമാത്മഭാവത്തിൽ വർണ്ണിക്കുന്ന പുരാണങ്ങളും അതാത് ദേവന്മാരുടെ പേരിൽ നിലവിലുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗണപതിയെ പരമാത്മഭാവത്തിൽ കാണുന്ന അല്ലെങ്കിൽ വർണ്ണിക്കുന്ന ഒരു പുരാണമാണ് ഗണേശപുരാണം. അതുപോലെ തന്നെ ഈ ഒരു ദേവതാഭാവത്തിന് അനവധി വിവിധ ഭാവങ്ങൾ, 32 ഭാവങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട് ഈ ഒരു പുരാണത്തിൽ. അതിൽ ഓരോരോ രൂപങ്ങളെ പറയുകയാണെങ്കിൽ ബാലഗണപതി, കരുണഗണപതി, ഭക്തിഗണപതി, വീരഗണപതി, ശക്തിഗണപതി, ദ്വിജഗണപതി, സിദ്ധിവിനായക ഗണപതി, ഉച്ഛിഷ്ടഗണപതി, വിഘ്നഗണപതി, ശിവപ്രസാദ ഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബ ഗണപതി, ലക്ഷ്മീ ഗണപതി, മഹാഗണപതി, വിജയഗണപതി, നൃത്തഗണപതി, ഔരുന്ദ ഗണപതി, ഏകാക്ഷര ഗണപതി, വരദ ഗണപതി, ത്രയാക്ഷര ഗണപതി, ഹരീന്ദ്ര ഗണപതി, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, ഋണമോചന ഗണപതി, ദുണ്ഡി ഗണപതി, ദ്വിമുഖ ഗണപതി, ത്രിമുഖ ഗണപതി, സിംഹഗണപതി, യോഗ ഗണപതി, ദുർഗ ഗണപതി, സങ്കടഹര ഗണപതി എന്നിങ്ങനെയുള്ള വിവിധ ഭാവങ്ങളോടൊത്ത് ഗണേശപുരാണം പോലെയുള്ള പുരാണങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ ഒരു പുരാണത്തിൽ മഹാഗണപതിയെ സൃഷ്ടികർത്താവായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈയൊരു ഗണപതിയെ കുറിക്കുന്ന
ഉപനിഷത്താണ് ഗണേശ അഥർവ ശീർഷ ഉപനിഷത്ത്. ഈ ഒരു ഉപനിഷത്തിൽ പ്രധാനമായിട്ടും അതിൻ്റെ മൂലമന്ത്രത്തെക്കുറിച്ചും ആ മൂലമന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോരോ അക്ഷരങ്ങളും ഏതേത് അർത്ഥതലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ധ്യാന ശ്ലോകത്തിൽ വർണ്ണിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ ഓരോരോ ഭാവങ്ങൾ, എപ്രകാരം അത് ഭക്തന് അനുഗ്രഹം തരുന്നതിനായിട്ട് നിലകൊള്ളുന്നു എന്നിങ്ങനെയെല്ലാം ചമത്കാര രൂപേണ വർണ്ണിക്കുന്നതും, അതുപോലെ തന്നെ അത് ആ ഒരു ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ ഒരു പരമാത്മാവ് തന്നെയാണ് എന്ന് ബോധിപ്പിക്കുന്നതും കൂടിയായിട്ടുള്ള ഒരു ഉപനിഷത്താണ് അഥർവശീർഷ ഉപനിഷത്ത്. നമ്മുടെ സംസ്കാരത്തിൽ, ഹൈന്ദവ സംസ്കാരത്തിൽ ഏതൊരു ശുഭകാര്യത്തിനും ആരംഭം കുറിക്കുന്നത് നമ്മൾ വിഘ്നേശ്വരൻ്റെ ഒരു പൂജയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു വന്ദന ശ്ലോകം കൊണ്ടോ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും. നമ്മൾ വിദ്യാരംഭത്തിൻ്റെ സമയത്ത് ഹൈശ്രീ ഗണപതയേ നമഃ എന്ന ഗണപതി സ്തുതിയോട് കൂടിയിട്ടാണ് വിദ്യാരംഭം കുറിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കർമ്മങ്ങൾക്കും ആരംഭത്തിൽ നമ്മൾ ഗണപതി ഹോമത്തെ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ബുദ്ധിയുടെയും സിദ്ധിയുടെയും സ്മൃതിയുടെയും എല്ലാം പ്രദാനം ചെയ്യുന്ന ദേവതയായിട്ടാണ് ഗണപതിയെ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഗണപതി നമ്മുടെ യോഗാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ മൂലാധാരസ്ഥിതനായിരിക്കുന്ന ആ ഒരു ഗണപതി ഭഗവാനെ നമ്മൾ അനുസന്ധാനം ചെയ്യുക കൂടിയാണ് ഈ ഒരു അഥർവശീർഷോപനിഷത്തിൻ്റെ പാരായണത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഇത് അഥർവശീർഷം എന്ന് പറയുമ്പോൾ ഇത് അഥർവവേദത്തിൽ അന്തർഗതമായിരിക്കുന്ന ഒരു ഉപനിഷത്താണ്. അതുകൊണ്ട് തന്നെ അഥർവശീർഷത്തിൻ്റെ ശാന്തി മന്ത്രത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ ആരംഭിക്കുന്നത്. ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ് അഥർവവേദത്തിൻ്റെ ശാന്തി മന്ത്രം. അങ്ങനെയുള്ള ഈയൊരു അഥർവശീർഷോപനിഷത്ത് നമുക്കതിൻ്റെ വൈദികമായിട്ടുള്ള സമ്പ്രദായ രീതിയിൽ തന്നെയുള്ള പാരായണത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈയൊരു പാരായണത്തിന് അതിൻ്റെ സ്വരഭേദങ്ങൾക്കനുസരിച്ചുള്ള ചില ചിഹ്നങ്ങളും കൂടെ ഉപയോഗിച്ച് അതിനനുസൃതമായിട്ടുള്ള ഉച്ചാരണ ഭേദത്തോടു കൂടിയിട്ടാണ് നമ്മളിത് പാരായണം ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും അനുദാത്ത, ഉദാത്ത, സ്വരിത, ദീർഘസ്വരിത ഭേദത്തോടു കൂടിയിട്ടുള്ള പല പല ചിഹ്നങ്ങൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്തിയിട്ടാവാം നമുക്ക് അതിലേക്ക് പ്രവേശിക്കുന്നത്. അനുദാത്തത്തെ നമ്മൾ ഒരക്ഷരത്തിൻ്റെ അടിയിൽ ഒരു വര വരച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ അനുദാത്തം എന്നുള്ളത് നമ്മൾ താഴ്ത്തി ഉച്ചരിക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചാരണത്തെയാണ് നമ്മൾ അനുദാത്തം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ആ എന്നുള്ള അക്ഷരത്തെ നമ്മൾ അനുദാത്തമായിട്ട് ഉച്ചരിക്കുമ്പോൾ ആ എന്ന് കണ്ഠം ഒരൽപ്പം താഴ്ത്തി അതിൻ്റെ ആവൃത്തിയെ കുറച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്, ആ എന്ന്. അതുപോലെ തന്നെ ഉദാത്തമായിട്ടുള്ളത്, ഉദാത്തം എന്ന് പറയുമ്പോൾ താഴ്ത്താതെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉച്ചാരണത്തിൽ വരുന്ന സ്വരത്തെയാണ് നമ്മൾ ഉദാത്തം എന്ന് പറയുന്നത്. ആ കണ്ഠമൊന്നും താഴ്ത്താതെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉച്ചരിക്കും, അധിക പ്രയത്നമൊന്നും കൂടാതെ ആ എന്ന് ഉച്ചരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഒരു ചിഹ്നവുമില്ലാത്ത അക്ഷരങ്ങൾ തന്നെയാണ് ഉദാത്തമായിട്ട് മാനിക്കുന്നത്. പിന്നെ അടുത്തത് സ്വരിതം എന്ന സ്വരഭേദമാണ്. സ്വരിതം എന്ന് പറയുമ്പോൾ അത് നമ്മൾ അക്ഷരത്തെ ഒരല്പം ഉയർത്തി ഉച്ചരിക്കുന്ന
സ്വരഭേദത്തെയാണ് നമ്മൾ സ്വരിതം എന്ന് പറയുന്നത്. അതിന് നമ്മൾ മുകളിൽ ഒരു വര വരച്ചിട്ട്, ചെറിയ കുത്തനെ ഒരു വരയാണ് ഇതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുമ്പോൾ ആ ആ എന്നുള്ള ഒരു കുറച്ച് പ്രയത്നം കൊടുത്ത് ഉയർത്തി ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു സ്വരഭേദമാണ് ദീർഘസ്വരിതം. ദീർഘസ്വരിതം എന്ന് പറയുമ്പോൾ അത് ഉയർത്തിയുള്ള ഉച്ചാരണത്തെ തന്നെ രണ്ട് ഘട്ടമായിട്ട് ഉച്ചരിക്കുന്നതിനെയാണ് ദീർഘസ്വരിതം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മുകളിൽ രണ്ട് വര, കുത്തനെയുള്ള രണ്ട് വരയായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ആ എന്നുള്ള രീതിയിൽ ഒരല്പം ഒന്ന് രണ്ട് ഘട്ടമായിട്ട് ഉച്ചരിക്കുകയാണ് ചെയ്യുക. അനുദാത്തം എന്ന് പറയുമ്പോൾ താഴെ വര താഴ്ത്തി ഉച്ചരിക്കുക. ഉദാത്തം എന്ന് പറയുമ്പോൾ സാധാരണ അധിക പ്രയത്നമൊന്നും കൂടാതെയുള്ള ഉച്ചാരണം. സ്വരിതം എന്ന് പറയുമ്പോൾ ഒരല്പം ഉയർത്തി ഉച്ചരിക്കുന്നതിനെയാണ് നമ്മൾ സ്വരിതം എന്ന് പറയുന്നത്. അതിനെ തന്നെ രണ്ട് ഘട്ടമായിട്ട് ഉച്ചരിക്കുന്നതിനെ നമ്മൾ ദീർഘസ്വരിതം എന്ന് പറയും. ഇതുപോലെ തന്നെ ഓരോരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്തും അവ പ്രത്യേകം വ്യക്തമാകുന്ന രീതിയിലായിരിക്കണം വൈദികമായിട്ടുള്ള മന്ത്രങ്ങളുടെ ഉച്ചാരണം എന്ന് പറയുന്നുണ്ട് പൂർവാചാര്യന്മാർ. അതുപോലെ തന്നെ സന്ധി നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾക്കും വിധേയമായിട്ടായിരിക്കും ഇതിൻ്റെ പാരായണം ഉണ്ടാവുക. അപ്പോൾ ഓരോരോ പദങ്ങൾ അവ ചേരുന്ന സ്ഥലത്ത് സന്ധി നിയമങ്ങൾ ഏതെല്ലാം നിയമങ്ങൾ അനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് അതാത് സമയങ്ങളിൽ അതാത് സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ആ പഠന സമയത്ത് തന്നെ പരാമർശിച്ചിട്ട് പോകുന്നതായിരിക്കും നന്നാവുക. നേരത്തെ പറഞ്ഞു അഥർവശീർഷ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമായിട്ടുള്ളത് ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ് എന്ന്. അതിൻ്റെ വൈദികമായിട്ടുള്ള പാരായണം ഒരു പ്രാവശ്യം ഒന്ന് നമുക്ക് ചൊല്ലിയിട്ട് ഓരോരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിത ഭേദത്തോടെ അതിൻ്റെ ചിഹ്നങ്ങൾ ചേർത്ത് ഇവിടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരോ മന്ത്രമായിട്ട് ഓരോരോ വരിയായിട്ട് അതിനെ ആവർത്തിച്ച് ചൊല്ലിപ്പഠിക്കാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസस्तनूभिः व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ഇതിലെ സ്വരങ്ങൾ നമുക്ക് അനുദാത്ത ഉദാത്ത സ്വരിത ഭേദങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓം ഭദ്രം കർണേഭിഃ ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഭ എന്നുള്ളത് താഴെ വരയിടുക. കർണേഭിഃ എന്നുള്ളതിൻ്റെ നേ എന്നുള്ളത് മുകളിൽ വരയിടുക. ശൃണുയാമ ദേവാഃ എന്നുള്ളതിൻ്റെ ശൃണു നു താഴെ, ശൃണുയാമ മ മുകളിൽ, ദേവാഃ ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല.
ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. ഭദ്രം എന്നുള്ളതിൻ്റെ ഭ താഴെ, പശ്യേമ എന്നുള്ളതിൻ്റെ പ മുകളിൽ വരയിടുക. പശ്യേമാ മ എന്നുള്ളത് താഴെ. പശ്യേമാക്ഷഭിർഭി താഴെ, യജത്രാഃ ജ എന്നുള്ളത് മുകളിൽ. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ. സ്ഥിരൈ എന്നുള്ളതിൻ്റെ സ്ഥി താഴെ, സ്ഥിരൈരംഗൈ അങ്കൈ മുകളിൽ 2 വര. ദീർഘസ്വരിതം. തുഷ്ടുവാഗും ഷ്ടു എന്നുള്ളത് താഴെ, തുഷ്ടുവാഗും സസ്തനൂഭിഃ. സ മുകളിൽ, താഴെ, സസ്തനൂഭിഃ. ഭിഃ എന്നുള്ളത് മുകളിൽ. വ്യശേമ ദേവഹിതം യദായുഃ. വ്യശേമ എന്നുള്ളതിൻ്റെ ശേ മുകളിൽ, ദേവഹിതം ദേ എന്നുള്ളത് താഴെ, ഹി എന്നുള്ളത് മുകളിൽ, തം എന്നുള്ളത് താഴെ. യദായുഃ എന്നുള്ളതിൻ്റെ യദായുഃ, യുഹു എന്നുള്ളത് മുകളിൽ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തി എന്നുള്ളതിൻ്റെ സ്വ താഴെ, നഹ ന. സ്വസ്തി ന താഴെ, ഇന്ദ്രോ 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 മുകളിൽ, വൃദ്ധശ്രവാഃ വൃ താഴെ, ശ്രവാഃ ശ്ര മുകളിൽ. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ. സ്വസ്തി എന്നുള്ളതിൻ്റെ സ്വ താഴെ, നഹ എന്നുള്ളതിൻ്റെ ന മുകളിൽ, പൂഷാ പൂ താഴെ, വിശ്വവേദാഃ വി താഴെ, വേ എന്നുള്ളത് മുകളിൽ, വിശ്വവേദാഃ. സ്വസ്തി നസ്താർക്ഷ്യോ സ്വ താഴെ, ന താഴെ, താർക്ഷ്യോ ക്ഷ്യോ എന്നുള്ളതിൻ്റെ ക്ഷ്യോ താഴെ. അരിഷ്ടനേമിഃ രി മുകളിൽ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. സ്വ താഴെ, നോ താഴെ, ബൃഹ ഹ താഴെ, ബൃഹസ്പതി തി മുകളിൽ. ദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി എന്നുള്ളതിൻ്റെ ന്തി താഴെ, രണ്ടാമത്തെ ശാന്തി ന്തി താഴെ, ശാന്തി മൂന്നാമത്തെ ന്തി എന്നുള്ളത് മുകളിൽ. ഇവിടെ സന്ധി വരുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ. ഓം ഭദ്രം കർണേഭിഃ എന്നുള്ളിടത്ത് ഭദ്രം മ കഴിഞ്ഞിട്ട് കർണേഭിഃ എന്നുള്ളതിൻ്റെ ക വരുന്നിടത്ത് മ മാറിയിട്ട് ങ് എന്നാണ് വരിക. അപ്പോൾ ഭദ്രം കർണേഭിഃ എന്നാണ് വരിക. ഭദ്രം കർണേഭിഃ. അതുപോലെ തന്നെ കർണേഭിഃ എന്ന് കഴിഞ്ഞിട്ട് ശൃണുയാമദേവാഃ എന്നുള്ളിടത്ത് കർണേഭിഃ കഴിഞ്ഞിട്ടുള്ള വിസർഗത്തിന് ശേഷം ശൃ എന്നുള്ള ശ ആണ് വരുന്നത്. വിസർഗം കഴിഞ്ഞിട്ട് ശകാരം, അവിടെ നമ്മൾ സന്ധി ചേർക്കുന്ന സമയത്ത് വിസർഗം മാറി ശി വരും. ശൃണുയാമ എന്നുള്ളതിൻ്റെ ഷി എന്നുള്ളതും കൂടെ ചേർന്ന് ശകാരം ഇരട്ടിക്കും. അപ്പം ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ എന്നാണ് അതിൻ്റെ
പാരായണം ചൊല്ലുന്നത് അങ്ങനെയായിരിക്കും. വിസർഗത്തിൻ്റെ ഉച്ചാരണം അവിടെ ഉണ്ടാവില്ല, പകരം ശകാരത്തിൻ്റെ ഇരട്ടിപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ഭദ്രം പശ്യേമാക്ഷഭിര്യചത്രാഹ എന്നുള്ളിടത്ത് ഭദ്രം പശ്യേമാക്ഷ, ഭദ്രം പശ്യേമാക്ഷഭിര്യചത്രാഹ എന്ന് തന്നെ ആയിരിക്കും. മ എന്നുള്ള ശബ്ദം കഴിഞ്ഞ് പ വരുന്നത് കൊണ്ട് അവിടെ പവർഗത്തിൻ്റെ അനുനാസികമായിട്ടുള്ള മ തന്നെയായിരിക്കും. എന്നാൽ ഭദ്രം കർണേഭി എന്നുള്ളിടത്ത് ഭദ്രം എന്നുള്ളതിൻ്റെ അവസാനത്തെ മ കഴിഞ്ഞിട്ട് കവർഗത്തിലുള്ള ശബ്ദമായതുകൊണ്ട് കവർഗത്തിൻ്റെ അനുനാസികമായിട്ടുള്ള ങ് ആയിരിക്കും വരിക. ഭദ്രം കർണേഭി എന്നായിരിക്കും. ഇവിടെ പ എന്ന് പവർഗത്തിൻ്റെ അനുനാസികം മ മ തന്നെ ആയതുകൊണ്ട് ഭദ്രം പശ്യേമാക്ഷഭിര്യചത്രാഹ എന്ന് തന്നെയായിരിക്കും. പിന്നീട് സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗം സസ്തനോഭിഃ, അവിടെ സന്ധിയിൽ വാഗും സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗും സസ്തനോഭിഃ എന്നുള്ളിടത്ത് അനുസ്വാരത്തിൻ്റെ പരമായിട്ട് സ വരുമ്പോൾ ഗും എന്നുള്ളൊരു ഉച്ചാരണമായിരിക്കും അവിടെ വരിക. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗും സസ്തനോഭിഃ വ്യശേമ ദേവഹിതംയതായുഃ. ഇവിടെ വ്യശേമ ദേവഹിതം യതായുഃ എന്നുള്ളിടത്ത് സന്ധി ചെയ്യുന്ന സമയത്ത് ഹിതയതായുഹു എന്നാണ് വരിക. ഹിതം എന്നുള്ളതിൻ്റെ മ യതായുഹു എന്നുള്ളതിൻ്റെ യായുമായിട്ട് ചേരുന്ന സമയത്ത് മ മാറി യേ എന്നാവും, അനുനാസികമായിട്ടുള്ള യു. അപ്പോൾ യകാരത്തിന് ഇരട്ടിപ്പ് വരും. വ്യശേമ ദേവഹിതംയതായുഃ, വ്യശേമ ദേവഹിതംയതായുഃ എന്നായിരിക്കും അതിൻ്റെ ഉച്ചാരണം. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ. ഈ വരിയിൽ നഹ പൂഷ എന്നുള്ളിടത്ത് നഹ വിസർഗത്തിന് ശേഷം പ വരുന്നിടത്ത് പവർഗത്തിലെ പ ആയതുകൊണ്ട് വിസർഗത്തിന് ഫ് എന്നുള്ള ഉച്ചാരണമായിരിക്കും. ഫ്. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ, സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ എന്നായിരിക്കും. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ. ഈ കൂട്ടക്ഷരങ്ങൾ വരുന്ന സ്ഥലത്ത് ഓരോരോ അക്ഷരങ്ങളും നമുക്ക് പ്രകടമാകുന്ന രീതിയിൽ ആയിരിക്കണം അതിൻ്റെ ഉച്ചാരണം വരുന്നത്. അപ്പോൾ ആ ഒരു താർക്ഷ്യോ എന്നുള്ളതിൻ്റെ അത് ക് എന്നുള്ളത് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകും വിധമായിരിക്കണം അതിൻ്റെ ഉച്ചാരണം. സ്വസ്തി നസ്താർക്ഷ്യോ, സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ, സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ ശാന്തി 2-3 ശാന്തി വരുന്ന സ്ഥലത്ത് ശാന്തിഹി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശ വരുമ്പോൾ അവിടെ ശകാരത്തിന് ഇരട്ടിപ്പാണ്. വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ശകാരം വരും, ആദ്യത്തെയും രണ്ടാമത്തെയും. അവസാനത്തെ ശാന്തിക്ക് മാത്രമായിരിക്കും വിസർഗത്തിൻ്റെ ഉച്ചാരണം വരിക. അപ്പോൾ എങ്ങനെയായിരിക്കും? ഓം ശാന്തി 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 എന്നിങ്ങനെയായിരിക്കും.
ഇനി നമുക്ക് ഇതിലെ ഓരോരോ വരിയും 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാം. ഒരു പ്രാവശ്യം ചൊല്ലുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഉച്ചാരണ ഭേദങ്ങളൊക്കെ മനസ്സിലാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് അത് ചൊല്ലാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിः. यशेम देवहितं यदायुः. व्यशेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः. स्वस्ति न इन्द्रो वृद्धश्रवाः. स्वस्ति न इन्द्रो वृद्धश्रवाः. स्वस्ति नः पूषा विश्ववेदाः. स्वस्ति नः पूषा विश्ववेदाः. स्वस्ति नः पूषा विश्ववेदाः. स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः. स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः. स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः. स्वस्ति नो बृहस्पतिर्दधातु. स्वस्ति नो बृहस्पतिर्दधातु. ॐ शान्ति शान्ति शान्तिः. ॐ शान्ति शान्ति शान्तिः. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചൊല്ലാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിः. व्यशेम देवहितं यदायुः. व्यशेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः. स्वस्ति नः पूषा विश्ववेदाः. स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः. स्वस्ति नो बृहस्पतिर्दधातु. स्वस्ति नो बृहस्पतिर्दधातु. ॐ शान्ति शान्ति शान्तिः. ഇനി നമുക്ക് ഓരോരോ വരിയും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചൊല്ലി അത് കണ്ഠസ്ഥമാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള മന്ത്രത്തിലേക്ക് കടക്കാം. ഇന്ന് ഈ ഒരു ക്ലാസ് നമുക്ക് ക്ഷമാപണ മന്ത്രത്തോടു കൂടി അവസാനിപ്പിക്കാം. ഓം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീതഃ പരമേശ്വര. വിസർഗബിന്ദുമാത്രാണി പദപാതാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പരമേശ്വര. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. ഓം ശാന്തി ശാന്തി ശാന്തിः.